രണ്ട് കൈയും മുറിച്ചിട്ട് തന്നെ കണ്ടില്ലേ ഓടാൻ നോക്കുന്നുണ്ടോ ആശാൻ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ ബേബീസ് ടേസ്റ്റ് ഹട്ട്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ലൊരു സീ ഫുഡ്, അതായത് ചെമ്മീൻ ഉലർത്തിയതാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ഒരു നല്ല ചില്ലി ബീഫിന്റെ ചില്ലി ചിക്കൻ്റെ ആയിരുന്നു. എനിക്ക് നല്ല റിവ്യൂസ് കിട്ടി. അത് കണ്ടവർ ഒത്തിരി പേര് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ചെയ്യുന്നത് കൂടെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവര് തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ക്രാബ് റോസ്റ്റ് ഞാൻ ചെയ്ത സമയത്ത് കുറച്ച് ആൾക്കാർ എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു, ഒന്ന് ദയവായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നൊന്ന് കാണിക്കണമെന്ന്. ഇന്ന് ഞാനപ്പോ ക്രാബ് ക്ലീനിങ് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ജീവനുള്ള ഞണ്ടാണ് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ അതിന്റെ വലിയ കൈ കത്രികയോ അല്ലെങ്കിൽ നമ്മൾ കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മുറിച്ചു മാറ്റണം. വളരെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കയ്യിൽ ഇറുക്കും. രണ്ട് കൈയും മുറിച്ചിട്ട് തന്നെ കണ്ടില്ലേ ഓടാൻ നോക്കുന്നുണ്ടോ ആശാൻ? ഓടിപ്പോയ ആളെ ഞാൻ അതാ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. ജീവനില്ലാത്ത ഞണ്ടാണ് നമുക്ക് മിക്കവാറും കിട്ടാറ്. വളരെ കുറച്ച് മാത്രമേ ജീവനോടെ കിട്ടുള്ളൂ. അപ്പൊ ജീവനോടെ ഉള്ളതാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇനി ഇതാ ബാക്കിയുള്ള കാലുകൾ ഞാൻ വളരെ ശ്രദ്ധയോടെ മുറിച്ച് മാറ്റുകയാണ്. ഇനി അതിന്റെ ബോഡി ക്ലീൻ ചെയ്യുന്ന നോക്കാം. പുറത്തുള്ള ഈ ഒരു തൊലി ആദ്യം പൊളിച്ചു മാറ്റണം. അതിനുശേഷം നമ്മൾ ഈ കട്ടിയുള്ള തോട് പൊളിച്ചെടുക്കുക. അതിനകത്തുള്ള ഈ ചെറിയ ചെകിള പോലെയുള്ള സാധനം ഉണ്ടല്ലോ, അതും പൊളിച്ചു മാറ്റണം. പിന്നെ അകത്ത് കാണുന്ന ഈ മഞ്ഞ ഉണ്ടല്ലോ, അത് ഈ ഞണ്ടിന്റെ പൊന്നാണ്, അത് കളയാൻ പാടില്ല. പിന്നെ ഈ കറുത്ത് കാണുന്ന ഈ സാധനം ഉണ്ടല്ലോ, അത് ഈ കുറച്ച് ഭാഗം അഴുക്ക് പോലെയുള്ളതാണെന്നുള്ള മാത്രം മാറ്റുക. ഇനി നമ്മൾ ഞണ്ടിന്റെ തോട് വൃത്തിയാക്കാൻ പോവാണ്. ഇതിനകത്ത് കാണുന്ന ഈ കറുത്ത സാധനം അത് നമുക്ക് വേണ്ട, അത് നമ്മൾ ഇനി എടുത്ത് മാറ്റാൻ പോവാണ്. ഇപ്പൊ കണ്ടില്ലേ, ഈ കാണുന്നത് ഇതിന്റെ നല്ല നെയ്യാണ്. അത് നല്ലതുപോലെ കളയാതെ നമ്മൾ മുഴുവനായിട്ട് വടിച്ചെടുത്തിട്ട് നമുക്കിതിനകത്ത് ചേർക്കണം. ഇനി മുറിച്ചെടുത്തൊക്കെയും കൂടെ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ബോഡി, വലിയ രണ്ട് കാലുകൾ, പിന്നെ ചെറിയ കാലുകൾ, അതെല്ലാം ഞാൻ ഈ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ആ ചെറിയ കാലിൻ്റെ അറ്റത്തുള്ളത് വേണ്ട, അത് നമുക്കങ്ങ് മുറിച്ചു മാറ്റണം. എല്ലാ ചെറിയ കാലിൻ്റെ അറ്റത്തുള്ളത് മുറിച്ചു മാറ്റണം. അതിനുശേഷം വലിയ കാലിന്റെ അത് നമുക്ക് രണ്ടാക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ അറ്റത്തുള്ളതും കൂടെ അങ്ങ് മുറിച്ചു മാറ്റണം. കണ്ടില്ലേ, ഇതേപോലെ. ഞണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വേഗം തന്നെ പ്രിപ്പയർ ചെയ്യാൻ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഞണ്ട് വാങ്ങി വെച്ച് പിന്നെ ഓരോ പണിയെല്ലാം കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോഴത്തേക്കും അത് വെള്ളമായി പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് അന്നേരം തന്നെ അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പച്ചെമ്പിനകത്ത് ആവി ഏറ്റി വെച്ചിട്ട് പിന്നീടായാലും അത് നമ്മൾ നല്ലതുപോലെ മസാലയൊക്കെ ചേർത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിനകത്തുള്ള എല്ലാം നല്ലതുപോലെ ഒന്നും കൂടെ വടിച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആ ബോഡി നമ്മൾ 2 പീസാക്കി. ഇനിയിപ്പോൾ ഇതിനകത്ത് കാണുന്നതിന് ഞങ്ങളിവിടെ കളി എന്നാണ് പറയുന്നത്. നമ്മൾ നല്ല ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആ തോടിനകത്തുള്ളത് ആ നമ്മൾ നേരത്തെ പറഞ്ഞ ആ നെയ്യും അതെല്ലാം കൂടെ നല്ലതുപോലെ ഫുള്ളായിട്ട് വടിച്ചെടുത്തിട്ട് ഇതിനകത്ത് നമ്മൾ ഈ കറിയിൽ ചേർക്കണം. അതും കൂടെ ചേർത്തെങ്കിലേ ഉള്ളൂ ഈ കറിക്ക് നല്ല രുചി ഉണ്ടാവുകയുള്ളൂ. ഇപ്പം ഇങ്ങനെയാണ് ക്രാബ് ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, ചിലവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചെമ്മീൻ കൂടെ ക്ലീൻ ചെയ്തൊന്ന് കാണിക്കാമോ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ചെമ്മീനും കൂടെ ക്ലീൻ ചെയ്തൊന്ന് കാണിക്കുകയാണ്. പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന റെസിപ്പിക്ക് ചെമ്മീന്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വലിപ്പം മതി. ഇതിൽ കൂടുതൽ വലിപ്പമുള്ളതാണെങ്കിൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിലും കുറഞ്ഞും കൂടെ ചെറുതാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഈ ചെയ്യാൻ പോകുന്ന റെസിപ്പി. അപ്പൊ ആദ്യം തന്നെ തലയും ബോഡിയുടെ പകുതി ഭാഗത്തെയും കൂടെ തൊലിയും കൂടെ ഒരുമിച്ച് പൊളിക്കുക. അതിനുശേഷം ഇതേപോലെ ഈ വാലും ഇങ്ങോട്ട് വലിച്ചെടുക്കുമ്പോഴത്തേക്കും ചെമ്മീൻ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കിട്ടും. ഓക്കെ,
ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുള്ളത്, ഇതിന്റെ നടുക്കതേ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ഇതിന്റെ നദിൽ കൂടെയുള്ള ഒരു ചെറിയ കറുത്ത നൂല് കണ്ടോ, ഇത് നമ്മൾ എടുത്ത് കളയണം. ഇല്ല എങ്കിൽ ഈ ചെമ്മീനൊന്നും കഴിച്ച് ശീലമില്ലാത്ത ചിലവർക്ക് ചിലപ്പോൾ വയറ് വേദനിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ റെസിപ്പിയിലേക്ക് കടക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെഷർമെന്റ് കപ്പിൽ 1 കപ്പ് ചെമ്മീന്, ഒരു ഇടത്തരം വലുപ്പമുള്ള സവാള അത് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. അതേപോലെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതും ഇതേപോലെ ചെറിയ സൈസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളത്തിനകത്ത് ഒരു ചെറിയ 2 കഷ്ണം കുടംപുളി ഇട്ട് വെച്ചിരുന്നു. അതും കൂടെ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കിയിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ നമ്മളിത് വേവിക്കണം. ഇപ്പൊ 3 വിസിൽ വന്നിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. ഇത് നന്നായി വെന്തിട്ടുണ്ട്, കണ്ട നന്നായി വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ചെമ്മീനും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്രൈയിങ് പാനിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇടുക, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുക. കൊടുത്ത് തന്നെ അത് പൊട്ടുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും പൊട്ടറ്റോ ഒക്കെയും കൂടെ നന്നായിട്ട് അതിനകത്തേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ ഓഫ് ചെയ്തിട്ട് ഇനി നമ്മളിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റണം. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ചെമ്മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, കുറച്ച് ചെമ്മീനും ഇതേമാതിരി 2-3 പൊട്ടറ്റോയും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ കമന്റ്സ് എന്നെ അറിയിക്കണം. ഇത് കണ്ട് ഇഷ്ടപ്പെടുന്നവര് ദയവ് ചെയ്തിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.